ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് 442 രൂപ ലോസാണ്. ഞാനിന്ന് ചെയ്തത് 26,100 ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 9:53 ഓർഡറിൽ എൻട്രി എടുത്തത്. അതൊരു 10:10 കൂടി SL ഹിറ്റ് ചെയ്തു. അതുകൊണ്ട് ഒരു 442 രൂപ ലോസ്. ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെ സെയിം തന്നെയാണ്. അതായത് നിഫ്റ്റി ഡേ ലോ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ടൊരു എൻട്രി, അതായിരുന്നു എൻ്റെ പ്ലാനിങ്. ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം ഒരു 1:1 എബോയൊക്കെ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ താഴോട്ട് വന്ന് എൻ്റെ SL ഹിറ്റ് ആവുകയാണ് ചെയ്തത്. നിങ്ങൾക്കിവിടെ മാർക്കിംഗ് കാണാം. ഞാൻ എൻട്രി എടുത്തതിന് ശേഷം അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നുകൂടി ആ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ താഴോട്ടാണ് വന്നത്. ആ ഒരു ടൈമിൽ എൻ്റെ SL ഹിറ്റായി. അപ്പോൾ ഇതൊരു അത്യാവശ്യം കൺഫർമേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ട്രേഡ് കയറിയ സമയത്ത്. പക്ഷേ മാർക്കറ്റ് അത്യാവശ്യം നല്ല നെഗറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ SLലേക്ക് പോയി. പിന്നെ ഞാനിന്ന് കറക്റ്റ് ഒരു ട്രെൻഡ് കൺഫർമേഷന് വേണ്ടിയിട്ടൊന്നും കാത്തുനിന്നില്ലായിരുന്നു. അതാണ് ഇന്നത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത്. ഞാൻ ശരിക്കും ഡേയിലോ ടാപ്പ് ചെയ്തു, അപ്പം തന്നെ എൻട്രി എടുത്തു. അത് ശരിക്കൊരു മിസ്റ്റേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രോപ്പർ കൺഫർമേഷൻ അല്ല അത് ശരിക്കും. അപ്പോൾ ഇനിയുള്ള ഡേയ്സിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കണം. പക്ഷേ ഒരു ട്രെൻഡ് കൺഫർമേഷനൊക്കെ കിട്ടണമെങ്കിൽ എങ്ങനെയും ഒരു 11 മണി ഒക്കെ ആ ഒരു ടൈമൊക്കെ ആകും. പക്ഷേ ചില സമയത്ത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ചില നല്ല ട്രേഡുകൾ മിസ്സാവാറുണ്ട്. അധിക ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ഡേ ലോ എന്നുള്ളത് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ട്രേഡ് എടുത്തത്. പക്ഷേ അത് ഇന്നലെയൊന്നും നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബെയറിഷ് ആയിരുന്നു. ഒരു കറക്റ്റ് ഒരു ഡൗൺ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.